ഇന്ന് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സ്നേഹം പങ്കുവെച്ച് നമ്മളങ്ങ് പ്രണയിച്ചങ്ങ് ഈ കഷ്ണങ്ങളൊക്കെ മുറിക്കും. സാമ്പാറിൽ മുങ്ങിത്തപ്പി വെണ്ടയ്ക്ക കഷ്ണം കിട്ടി, നീ മാത്രം നീലല്ലോ, ഇന്നെ മാത്രം കണ്ടില്ലല്ലോ, പ്രേമ തക്കാളി തക്കാളി തക്കാളി. വർക്കിച്ചോ, എന്താണ് ഒരു പ്രേമം? എന്തെന്നാണ് ഇതിൽ? നീ ഇപ്പൊ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ സുന്ദരിയല്ല ഇത്ര നാളൊന്നും. സുന്ദരി പൊന്നും കുളത്തിന് എന്തിനാ പൊട്ട്? നമുക്കേ ഈ തക്കാളിയൊക്കെ പ്രണയിച്ചുകൊണ്ട് വേണം മുറിക്കാൻ. അല്ലാതെ മുറിച്ച എന്താ മുറിയില്ലേ? മുറിയും, എന്നാൽ നമ്മൾ രണ്ടും കൂടി ഇങ്ങനെ മുറിക്കുമ്പോഴേ അതിൻ്റെ ഒരു വേറെ തന്നെയാണ്. അതേ, ഈ ഒരു തക്കാളി മുറിക്കാനേ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പ്രണയിക്കണമെന്നില്ല, ഒറ്റയ്ക്ക് നിന്ന് മുറിച്ചാലും മുറിയും. എന്നാലും നീ ഉണ്ടാകുമ്പോൾ ഒരു ഇതാണ്. എന്നാലും മുരിങ്ങക്ക ഒരു 4 ഇഞ്ച് പോരെ? 4 ഇഞ്ചൊന്നും വേണ്ട, ഇതേ ഒരു വിരലിന്റെ അത്രയും നീളം. പൂക്കളത്തിന്റെ ആ ഭംഗി നോക്കിക്കേ, ഒരു എസ്തെറ്റിക് ഫീലിംഗ് ഉണ്ടല്ലേ. എടാ ഇതൊന്നും അല്ല പൂക്കളം. ഞാനൊക്കെ ഇട്ടോണ്ടിരുന്ന പൂക്കളം എന്ന് പറഞ്ഞാണ്ടല്ലോ വെറൈറ്റി ആയിരുന്നു. ഈ പൂക്കളം ഒരു പൂക്കളല്ലെന്ന് പറഞ്ഞാൽ നിനക്ക് നാണമില്ല. ഈ പൂക്കളത്തിന്റെ ആ പൂക്കളത്തിന്റെ ഭംഗിയില്ലേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റൂടാ? ഈ പ്രായത്തിൽ നമുക്ക് പൂക്കളം ഇടാൻ പറ്റൂ? ആ അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പൂക്കളം നോക്കിക്കേ, എസ്തെറ്റിക് ആയിട്ടൊരു ഫീലില്ലേ. കണ്ടോ, പല വെറൈറ്റീസ് ഓഫ് പൂക്കളാണ് ഞങ്ങൾ മേടിച്ചോണ്ടിരിക്കുന്നത്. ആ മഞ്ഞ നോക്കൂ, അല്ല അത്ര ആ ചുവപ്പ് നോക്കൂ, നന്നായിട്ടുണ്ടല്ലേ. ആ ഓറഞ്ച് നോക്കൂ. എടാ ഇത് എന്താടാ ഇതൊരു 600 രൂപേന്റെ പൂക്കളം പോലും ഇല്ലല്ലോ. ഉണ്ടല്ലോ, ഇല്ലല്ലോ, ഉണ്ടല്ലോ. ഇല്ലല്ലോ. അല്ല അല്ല ഒരു കാശൊക്കെ ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സീസൺ അല്ലേ. എടാ എന്താടാ 2000 രൂപ തന്നിട്ട് ഇത്രയും പൂവേ നിങ്ങൾ മേടിച്ചുള്ളൂ. ഞാൻ പറഞ്ഞതല്ലേ ഇതിനകത്ത് നിങ്ങൾ ഉടായ്പ കാണിക്കരുതെന്ന്. നീ ഈ ഓണം നല്ല സമയത്ത് ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. 2000 കൂടുതലായി, ഞങ്ങളെ കയ്യിൽ നിന്ന് കാശിട്ടിട്ടാ മേടിച്ചു. ഭയങ്കര വിലയാന്ന്. എടാ ഈ ഓണമായിട്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ കള്ളത്തരം പറയാൻ പറ്റുന്നേ? നിങ്ങൾ ആ കവിത കേട്ടിട്ടില്ലേ? എന്ത്? കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. അതെന്ത് രാജകാലം, ഇപ്പൊ മന്ത്രിമാരെ ഭരിക്കണത് മനസ്സിലായ? എല്ലാം മാറി. പക്ഷെ നമ്മൾ കള്ളം കാണിച്ചിട്ടില്ല. എടാ നിങ്ങൾ എന്താടാ, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസങ്ങളിൽ നന്നായിക്കൂടാ? അതൊക്കെ വിട്, ഞാൻ അതൊക്കെ വിട്ടു. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ലുക്ക് എങ്ങനെയുണ്ട്? സൂപ്പറാ ഇருக்கு, അഴകാ ഇരിക്ക, ரொம்ப അഴകാ இருக்கு, ரொம்ப പിടിച്ചിരിക്ക, ரொம்ப പിടിച്ചു. അതെ ഇവിടെ എന്താ സംഭവം എന്നാ? അല്ല വെറുതെ വെറുതെ. അതെ, നിങ്ങൾ എന്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്തരും. പച്ചക്കറി അറിയാനുണ്ട്. പച്ചക്കറി ആ കത്തി മേടിച്ചിട്ട് പച്ചക്കറി 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 അറിയാനുണ്ട്. ശരിയാ. നീ ഇവിടെ പോസൊക്കെ പഠിച്ചു നിൽക്കുക. അപ്പോഴേക്കും ഇവനെ ഞാൻ വിടാം ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഞങ്ങളൊന്ന് അരിഞ്ഞിട്ട് വരാം, എന്നാലേ ഉച്ചയ്ക്ക് സദ്യ ഉണ്ണാൻ പറ്റുള്ളൂ. ഫോട്ടോ എടുക്കണ്ടേ? നീ അതിന്റെ വേണമെങ്കിൽ ഫോട്ടോ. അല്ല ഫോട്ടോ എടുത്തു സ്റ്റോറി കുറെ പണിയുള്ളതാ കേട്ടോ. ഒരു കാര്യം ചെയ്യാം, സെൽഫി എടുക്കാം. നമ്മളിന്ന് പ്രേമിച്ച് മരിക്കും. നാശങ്ങൾ സ്വന്തം വീട്ടിലൊന്ന് സ്വന്തം വീട്ടിലൂടെ പ്രേമിക്കാൻ സമ്മതിക്കില്ല. നീയേ ഇതൊക്കെ ഇവിടെ വെച്ചോ, ഇതിലേ പോണ്ട, നമുക്ക് വീട് ചുറ്റി പോയാൽ മതി. നീ വാ, ഇവന്മാരുടെ കാര്യം നീ വന്നേ. ഇതാണ് അവള് തന്ന പൈസക്ക് മേടിച്ച പച്ചക്കറി. ഇതാണ്. ഇവിടെ നമ്മളെ 4-5 പേരുണ്ട്. ഈ പച്ചക്കറി കൊണ്ട് എന്തുണ്ടാക്കാനാ? സദ്യ ഉണ്ടാക്കണം, അല്ലാതെ ഒരു നേരത്തെ ആഹാരമല്ല. എടാ ഇത് വെച്ച് സാമ്പാറിനുള്ള കഷ്ണമുണ്ട്, അവിയലിനുള്ള കഷ്ണമുണ്ട്, തക്കാളി കറി, മറ്റേ കിച്ചടി ഉണ്ടാക്കാനുള്ള സാധനമുണ്ട്, പച്ചടി, പരിപ്പ്, പരിപ്പിന് പരിപ്പ്, പപ്പടം. എന്ത് പപ്പടത്തിന് പപ്പടം വേറെ മേടിക്കണം. അല്ലടാ ഇവിടെ പഴയ പപ്പടം ഇരിപ്പുണ്ടാ, അതല്ലേ മേടിക്കാൻ. ഒന്നളിയ ഇതൊക്കെ അരിഞ്ഞു കൊടുക്കല്ലേ തൽക്കാലം. എടാ ഞാൻ അരിയാൻ വേണ്ടിട്ടേ കത്തി നോക്കിയായിരുന്നു, കത്തി കണ്ടില്ല. വർക്കിച്ചേട്ടൻ വാഴയില വെട്ടാൻ കൊണ്ടുപോകുന്നത്. ഇതൊന്നും ഉണ്ടാക്കാണ്ട് അയാള് വാഴയില വെട്ടിട്ട് അയാളെ പുറത്തന്നെ വാഴയുടെ പുറത്തിരിക്കാനാണോ? പുള്ളി ഇച്ചിരി സ്പീഡാണല്ലോ എല്ലാ കാര്യത്തിലും, അതിൻ്റെ. അല്ല പുള്ളി വാഴയില വെട്ടിട്ട് വരട്ടെ. പുള്ളിയുടെ ആവശ്യത്തിനും കൂടെ അല്ലേ.
ആ പഴയ ഓണമൊക്കെ ആലോചിക്കുമ്പോ അതേടാ നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് നോക്കി, ഈ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഷോ എന്തൊരു എസ്തെറ്റിക് സെൻസ് അല്ലേ ആർക്ക് ജീവനും. ഞാൻ പറഞ്ഞു കൊടുത്തതാ. ആണോ? സത്യം. വെറുതെ അല്ല, ആ നടുക്ക ചുമല പൂ വെച്ചത് ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്. ഓടി. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ രണ്ടാളൊന്ന് നിന്ന് ചേർന്ന് ഞാൻ ഈ പൂക്കളത്തിന്റെ അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ. എടുത്തോ. അരെ വാ വാ, എന്താ മോളെ പൊളി. ഇനി ഒരു സെൽഫി എടുക്കട്ടെ. എന്നെ കാണുന്നില്ല. ഞാനും പൊളിയല്ലേ, ഇപ്പഴേ എനിക്ക് മനസ്സിലായത്. ഈ മുല്ലപ്പൂ അങ്ങനെ കണ്ടോട്ടെ. നിന്റെ മുല്ലപ്പൂ കണ്ടായി എന്നെ കാണത്തില്ല. ഇനിയേ നിങ്ങളൊന്ന് റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ നിന്നേ. നിറനിറപ്പൊലിയുയരുകയായി കസവുകളുടെ അരുണിമയിൽ. കൊള്ളാവോ? കള്ളം. അഭിനയിക്കാൻ തോന്നുവോ? തോന്നുന്നു. മതിയോ? മതി. ഈ വർക്കിയുടെ വീട് വർക്കിയുടെ വീട് തന്നെ. ഞാൻ തന്നെയാ വർക്ക്. ആരാ? ചേട്ടനല്ലേ പറഞ്ഞ ഇവിടെ വരാൻ, ഇവിടെ ആരും ഉണ്ടാവില്ല. ഒരു ഗംഭീര സർപ്രൈസ് ചെയ്യാൻ പൊളിച്ചു. ഞാനോ? ആ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു. ഏത് എനിക്ക് ഫേസ് തന്നെ ഇല്ല. അതെന്താ പിന്നെ ലൊക്കേഷനൊക്കെ ഇട്ടുന്നില്ല എനിക്ക്, ഈ ലൊക്കേഷനിൽ വരണമെന്ന് പറഞ്ഞിട്ട്. ഈ ചേട്ടന് ഞാനും 2.5 മാസമായിട്ട് പരിശുദ്ധ പ്രണയത്തിലാണ്. ഡൈവോഴ്സ് ആണ്, ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ ഇന്നലെ പറഞ്ഞ സർപ്രൈസ്. തേങ്ങ പൊട്ടിച്ചോ? ആ അല്ല, കത്തി കൊണ്ടല്ല തേങ്ങ പൊട്ടിക്കുന്നത്. ഇപ്പൊ വാക്കത്തെയും പുള്ളി എടുത്തോണ്ട് പോയാ. ഈ പുള്ളി ഇത് കാര്യം പറഞ്ഞു കഴിഞ്ഞാ നമുക്കേ പ്രഥമൻ ഉണ്ടാക്കാൻ പറഞ്ഞാലോ? എന്താടി? അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം. ഇത് ഞാനും എന്റെ ഫ്രണ്ട്, ഇത് നിള, ഇവളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനായിട്ട്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കുടുംബകലക്കി. അപ്പൊ എന്റെ ഈ വിപുലമായ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് ഇതെല്ലാം അടിപൊളിയാക്കി തന്ന എന്റെ കുടുംബാംഗങ്ങൾക്കും എന്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുപോലെ ഇനിയും ഒരു സൂപ്പർ സർപ്രൈസും കൂടെ വരാനുണ്ട്. ഓണം വന്നല്ലോ തൂശനില നീട്ടി നാവിൽ സത്യതേജ്. ഓണം വന്നല്ലോ പൊന്നിൻ ചിങ്ങത്തിൽ സ്നേഹപ്പൂക്കൾ നിറനിറപ്പൊലിയുയരുകയായി കസവുകളുടെ അരുണിമയിൽ. ഓണം തിരുവോണം വരവായി. പല നിറകളും ഒരുങ്ങിയതും അനവധി കളി പുലികളിയും. പൂവേ പൊലി പൂവേ പൊലി പൂ. ഓണം വന്നല്ലോ തൂശനില നീട്ടി നാവിൽ സത്യത്തെ